പക്കാവട നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു സ്നാക്കാണല്ലേ. എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടും ഒത്തിരി ഹാർഡാവാതെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കടയിലേക്ക് കിട്ടുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധിക സമയമൊന്നും വേണ്ട. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു കപ്പിൽ വറുത്ത അരിപ്പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇടിയപ്പവും അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് കടലമാവും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ചതല്ല കേട്ടോ, പെരുംജീരകം പച്ചയ്ക്ക് പൊടിച്ചെടുത്തതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഗാർലിക് പൗഡറാണ്, വെളുത്തുള്ളിയുടെ പൊടി. അത് 1/2 ടീസ്പൂൺ ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക. നമ്മളിത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ആ വെള്ളത്തിലോട്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റ് അങ്ങ് കലക്കി കൊടുക്കുക. ആ വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കട്ടകളില്ലാതെ തന്നെ ഇത് ഇളക്കി മിക്സ് ചെയ്യണം. കടലമാവിലൊക്കെ കട്ടകളുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ പൊടികളെല്ലാം ഒരു അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരിച്ചിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ബട്ടർ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ എണ്ണയോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് മാവുമായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഈ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്താണ് ഞാൻ വെളുത്തുള്ളിയുടെ പേസ്റ്റ് നിങ്ങൾ മിക്സ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് ആട്ട കുഴച്ചെടുക്കത്തില്ലേ, ആ പരുവത്തിൽ ഇതിനെ കുഴച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മിനിറ്റ് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് കുഴച്ചെടുക്കുക. അപ്പോഴത്തേക്ക് മാവ് നല്ല രീതിയിൽ അങ്ങ് സോഫ്റ്റായി വരും. ഇപ്പോൾ മാവ് കണ്ടില്ലേ, നല്ല രീതിയിൽ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് അടച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇവിടെ ഞാൻ ഈ ടൈപ്പ് അച്ചാണ് എടുത്തിരിക്കുന്നത്. പക്കാവടയുടെ അച്ചുണ്ടല്ലോ, അതുപോലെ സേവനാഴിയിലും അച്ചിലൊക്കെ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മാവ് സേവനാഴി നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഫ്രൈ പാനിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ സേവനാഴി നിറച്ച് വെച്ചിരിക്കുന്ന മാവ് പീച്ചിട്ട് കൊടുക്കുക. പീച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തീ മീഡിയത്തിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഉടനെ തിരിച്ചിടല്ല കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആവാനോ ഒത്തിരി സമയമൊന്നും വേണ്ട. തീ ഒത്തിരി ലോയിലും ആക്കി വെക്കരുത് കേട്ടോ. പക്കവട ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് തീ പിന്നെയും കൂട്ടി വെക്കുക. കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് മാത്രം ഇത് കോരിയെടുക്കുക. ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് കോരി മാറ്റുന്നുണ്ട്. പിന്നെ തീ കൂട്ടിയിട്ടിട്ട് തന്നെ നിങ്ങൾ അടുത്ത ബാച്ച് ഇതുപോലെ പീച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അങ്ങനെ പക്കവട എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ പക്കവട മേടിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്നാൽ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ലാസ്റ്റിൽ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയിൽ ഒട്ടും വെള്ളമില്ലാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.